ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിതം സുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവൃതണ്ഡമണ്ഡിതകരായ ശ്വേതപത്മാസന യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിർദേവൈ സദാ പൂജിതാ സമം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാവഹ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനീ നിൻപാദം സ്മരിച്ചന്നുഹം ശങ്കാഹീനമുരച്ചിടം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധന ബോധിതം ലോകേ സജ്ജനഷൽപ്പദേരഹരകപ്പേവീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കരിമലപ്രധ്വംസനശ്രേയസേ. മഹാഭാരതം ദുഷ്ടത്യുത്നോത്പത്തി. ദുർജയനായി മേവും ദ്രോണരെ കൊൽവാനൊരു നിർജ്ജരപരസമനാകിയ തനയനും അർജുനൻ തനിക്കു നൽകിയിടുവാനൊരു പെണ്ണുമിജ്ജനത്തിനു ലഭിച്ചിടുവാൻ തക്കതൊരു യജ്ഞം ചെയ്യണമെന്നു മാമുനിമാരെ നോക്കി വിജ്ഞാനമുള്ള നൃപൻ പറഞ്ഞോരനന്തരം യാഗവും തുടങ്ങിനാരാഗമറിഞ്ഞവരാഗമിച്ചിതു വിർണോരാഹുതി പൂജിപ്പാനായി. കുണ്ടത്തിൽ നിന്നു നേരെ പൊങ്ങിനാനൊരു പുമാൻ ചണ്ഡഭാനുവിന്നു നേരാകിയ കാന്തിയോടും ഗഡ്ഗജാവേഷു കിരീടാദി വർമ്മങ്ങളോടു മുദ്ഗമിച്ചതു കണ്ടു തെളിഞ്ഞാരെല്ലാവരും. രണ്ടാമതൊരു പെണ്ണുമുണ്ടായി, അതവൾ കണ്ടാൽ തണ്ടാർമാനിനി എന്നു കൊണ്ടാടിപ്പറഞ്ഞിടാം. പിന്നെയുമാണും പെണ്ണുമല്ലാതെയൊന്നുണ്ടായി. മുന്നമർണവം തന്നിൽ ജ്യേഷ്ഠയുണ്ടായ പോലെ ദൃഷ്ടദ്യുമ്നനും നല്ല കൃഷ്ണയും ശിഖണ്ഡിയും പുഷ്ടകൗതുകത്തോടു വളർന്നു തുടങ്ങിനാർ. കൃപരും ദ്രോണരും ഭീഷ്മരും വിതുരരും നൃപതിവരനാകും ധൃതരാഷ്ട്രരും കൂടി ഇളകിയിടാതെ ചിത്തമുടയ ധർമ്മജനെ ഇളയ രാജാവാക്കി അഭിഷേകവും ചെയ്തു. കലിതാൻ വന്നു പിറന്നീടിന സുയോധനൻ കുലനാശനനതു സഹിയാഞ്ഞതുമൂലം ദുർനയമേറെയുള്ള കർണനും ശകുനിയും പിന്നെ കണീങ്കനുമൊന്നിച്ചു നിരൂപിച്ചു. അവനി നമുക്കാക്കി ചമയ്ക്കാവേണമെങ്കിൽ ഇവരെ പിഴുക്കേണ മതിനെന്തുപായങ്ങൾ. പിഴുക്കിക്കൂടാ നമുക്കെതിർക്കിലവരേതും വഴുക്കുന്നവരല്ല ചതിക്കേയുള്ളൂ. പക്ഷേ നിരപ്പിലൊരുമിച്ചു താതനോടറിയിച്ചിട്ടിരിപ്പാൻ അവർക്കൊരു പുരത്തെ നിർമ്മിക്കേണം. അടച്ചു കൊള്ളിവെച്ചിട്ടമ്മയെയും മക്കളെയും മുടിച്ചു കളയേണം. നടിപ്പു കാണാം പിന്നെ. ഇങ്ങനെ നിരൂപിച്ചു കൽപ്പിച്ചു സുയോധനൻ. അങ്ങനെ ചെയ്താനെനിക്കു പറയാവൂ. ദുഷ്ടന്മാർ ചെയ്തിടുന്നതൊട്ടൊഴിയാതെയാക്ക സ്പഷ്ടമായുര ചെയ്വാനെത്രയും മടിയാകും. രാജാവ് ധൃതരാഷ്ട്രൻ തന്നുള്ളിൽ മരുവീടും വ്യാജവും മറച്ചു ധർമാത്മജനോടു ചൊന്നാൻ. ദുസ്വഭാവികൾ മമപുത്രന്മാർ നിങ്ങളോടു മത്സരം അവർക്കുണ്ടു. ഞാൻ അറിഞ്ഞിരിക്കുന്നു നിങ്ങളും അവരുമായി ഇവിടെ വസിക്കിലോ. മംഗലം വരികയില്ല, ആപത്തു ഭവിച്ചിടും. ആകയാൽ ഞാൻ ഉണ്ടുന്നു നല്ലതു ചൊല്ലിയിടുന്നു. നാഗകേതനൻ തനിക്കിഷ്ടമല്ലെന്നാകിലും